സാമ്പാർ തന്നെ കഴിച്ചത്. പ്രോബ്ലംസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്ന് പറയുകയാണെങ്കിൽ നമ്മളത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ പൈസ എന്ന് പറയുന്ന സാധനത്തിനോട് മനുഷ്യർക്ക് അത്യാവശ്യം ആർത്തിയുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്നല്ല, എങ്കിലും കുറച്ചു പേർക്ക് ആർത്തിയുണ്ട്. ഒന്നുമില്ലാതെ അടക്കുമ്പോൾ കുഴപ്പമില്ല, അങ്ങ് ഇല്ലാത്ത ഓലയും കിടന്നു. എന്നാൽ കുറച്ച് പൈസ കയ്യിൽ വരുമ്പോൾ എനിക്ക് ഇത്രയും പോരല്ലോ, എനിക്ക് ഇത്രയും കൊണ്ട് തികയത്തില്ലല്ലോ, എനിക്ക് ഇനിയും വേണമല്ലോ, ഇവിടെ ഇനി എനിക്ക് കുറേ പൈസ വേണമല്ലോ എന്നുള്ളൊരു ആക്രാന്തം ഉണ്ടാകും. സ്വാഭാവികം, അത് ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം നമുക്ക് അധ്വാനിക്കാനുള്ള മനസ്സ് കൂടും. വീണ്ടും വീണ്ടും അധ്വാനിക്കണം, പൈസ ഉണ്ടാക്കണം, സെറ്റിൽ ആവണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ നമ്മൾ അധ്വാനിക്കാനായിട്ട് കട്ടക്കങ്ങ് ഇറങ്ങും. ഈ അധ്വാനിക്കാൻ ഇറങ്ങി പൈസ ഉണ്ടാക്കുന്ന ലക്ഷങ്ങൾ ഉണ്ടാക്കിയാലും കോടികൾ ഉണ്ടാക്കിയാലും ഒരു പ്രശ്നമില്ല, നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നാട്ടുകാരെ കൊണ്ട് കുഴിച്ചാടിച്ചിട്ട്, പാവപ്പെട്ട ആൾക്കാരെ കൊണ്ട് കുഴിച്ചാടിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിനോട് എനിക്ക് 1% പോലും യോജിപ്പില്ല. എന്തുപാടേ, ഞാൻ ഒരുപാട് പേരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ കുറിച്ചിട്ട് വലിച്ചു കീറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരെ കുറിച്ച് ഒരുപാട് പേര് കാണിച്ച പോക്കൃത്തനം പരിപാടികളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പൈസ വരുമ്പോൾ വീണ്ടും വീണ്ടും ആക്രാന്തം വരും, സ്വാഭാവികം. ആ ആക്രാന്തത്തിനെ തുടർന്നിട്ടാണ് ഈ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി തുടങ്ങുന്നത്. നമ്മുടെ ബിഗ് ബോസ് താരം പൂജ എല്ലാവർക്കും അറിയാമല്ലോ. ബിഗ് ബോസ് സീസൺ 6 കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന ദിവസം അത്രയും നല്ലൊരു ഇമേജോടെയാണ് പൂജ പുറത്തിറങ്ങി വരുന്നത്. എന്നാൽ വന്നതിന് ശേഷം ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് എൻ്റെ കണ്ണിൽ ഒരു സാധനം സ്ട്രൈക്ക് ചെയ്തത്. ഈ സ്ട്രൈക്ക് ചെയ്തതോടെ എനിക്ക് പൂജയുടെ അടുത്തുള്ള പൂജ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂവറാണ്, ബിഗ് ബോസ് താരമാണ് എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റിൽ ഉണ്ടായിരുന്നു. ആ സാധനം ഇങ്ങനെ പാടെ ഇടിഞ്ഞങ്ങ് തകർന്ന് ചീട്ട് കൊട്ടാരം പോലെ വീണുടഞ്ഞു എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തുവാ പൂജയായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. പൂജയുടെ ഒരു വീഡിയോ ആണ് കൊടുക്കുക. സാമ്പാർ തന്നെ കഴിച്ചത്. ഞാൻ നീ ഓർഡർ ചെയ്ത് കൂട്ടണേ, ഞാൻ പറഞ്ഞിട്ടില്ല കാശ് ചെലവാക്കരുത്. നിനക്ക് തലയ്ക്കുള്ള ഓളണ്ടാ? അതെ, എനിക്ക് തല്ലൂടാൻ വയ്യ. നീ എന്താ വിചാരിച്ചത്? ഇതൊക്കെ നമ്മുടെ സേവിങ്സ് എന്നാണോ, ഞാൻ മേടിച്ചതെന്നാണോ? എടാ അല്ല, ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയ പൂജ. അപ്പൊ നീ എന്തിനാണ് ഇത്രയും സാധനമൊക്കെ വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ളൊരു ചോദ്യമായിട്ട് ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളായിട്ടിരിക്കുന്ന വ്യക്തി അവിടെ പറയുന്നുണ്ട്. അപ്പൊ പൂജ പറയുന്നത്, നീ നമ്മുടെ സേവിങ്സിൽ നിന്നാണോ ഇതൊക്കെ വാങ്ങിയത് വിചാരിച്ചു? നെവർ എവർ. ഇതൊക്കെ നമ്മുടെ വേറെ വഴി. ആ വഴിയാണ് നാട്ടുകാരെ പറ്റിക്കുന്ന വഴി. ആ വഴി നമുക്കൊന്ന് കേട്ടു നോക്കും. അവർക്കും ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപയിൽ നിന്ന് തന്നെ ബിഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ആദ്യം തന്നെ എന്റെ ബയോയിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഗെയിം ഇൻസ്റ്റാൾ. ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ, ബയൊക്കെ എടുത്തിട്ടുള്ള ലിങ്ക് വഴി കയറി ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ കളിക്കണം എന്നാണ് നമ്മുടെ പൂജ പറയുന്നത്. എന്നിട്ട് ചീപ്പ് പരിപാടി പ്രൊമോട്ട് ചെയ്തിട്ട് നാറി പണി കാണിക്കാൻ വേറെ ജോലിയില്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള പൂജ. അത്യാവശ്യം എനിക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടൊക്കെയാണ് ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓഡിയൻസിന് അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കുന്ന, നാട്ടുകാരെ കൊണ്ട് കുഴി ചാടിക്കുന്ന ഇത്തരം ഗെയിമുകൾ പ്രൊമോട്ട് ചെയ്യിച്ച് കളിപ്പിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ വ്യൂവേഴ്സ് എല്ലാവരും നിങ്ങളെപ്പോലെ റിച്ചും കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. നിങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടിഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ പൂജയുടെ ഇന്റർവ്യൂ കണ്ടിഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഫാൻസായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ കാണും. അവരെ നിങ്ങൾ സത്യം പറഞ്ഞാൽ കൊണ്ട് കുഴി ചാടിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഡയറക്റ്റ്ലി നിങ്ങൾ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ വിശ്വസിച്ചിട്ട് അവരോരോന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? കളിച്ചതിന് ശേഷം അവന്മാരെ കയ്യിരിക്കുന്ന പൈസ അങ്ങ് പോകും. ചിലപ്പോൾ അന്നുള്ള പണിക്ക് പോയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന 10,000 രൂപയൊക്കെ വെച്ചിട്ടായിരിക്കും അവർ കളിച്ചു തുടങ്ങുന്നത്. പിന്നെ അതൊരു ഹരമായി അവസാനം നല്ല എമൗണ്ട് കയ്യിൽ നിന്ന് പോകും. പിന്നെ കുടുംബത്തിൽ നിന്ന് വഴിയാതാരാവുന്ന അവസ്ഥയിലോട്ട് പോകും. അങ്ങനെ അത്രയും ദൂഷ്യവശമുള്ള ഇത്തരം ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ എന്തിനാണ് പൂജയെ പോലുള്ള ഒരാൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചില വെവളിത്തനം പിടിച്ച ബോധമില്ലാത്ത ഫാമിലി വ്ളോഗേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഫാമിലി വ്ളോഗേഴ്സ് മാത്രമല്ല, ഒരുപാട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞ് കൊടിയും പിടിച്ചോ നടക്കുന്ന കുറേ ടീംസ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് വിടാറുണ്ട്. എനിക്ക് 1% പോലും യോജിപ്പില്ല. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ നിന്നും കുറച്ച് വരുമാനം കിട്ടുമായിരിക്കും. ആ വരുമാനം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? ഇതുപോലെ സാധനങ്ങൾ വാങ്ങിച്ചിറക്കിയിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങളെ വിശ്വസിച്ചിട്ട് ഇതിൽ പോയി പൈസ നഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണും. അത് നിങ്ങൾ സ്വയമായി ആദ്യം മനസ്സിലാക്കണം. എന്തിനാണ് ഇങ്ങനത്തെ നാറിയ പരിപാടികൾ കാണിക്കുന്നതെന്നാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. എന്തെല്ലാം ബാക്കി ഹോട്ട് വീൽസാ? അതെ, ആവശ്യമുള്ള സാധനങ്ങളല്ലേ ഇതേപോലെ ഓർഡർ ചെയ്യണം. ഇതെടുത്തൊക്കെ സഹായിച്ചേ. സൂപ്പർ. പരസ്യത്തിന്റെ ആ ഒരു രീതിയൊക്കെ കൊള്ളാം, പക്ഷെ ചെയ്ത പരസ്യം കൊള്ളത്തില്ല പൂജ. നിങ്ങളടുത്തൊക്കെ ഒരു വിലയും നിലയൊക്കെ ഉണ്ടെന്നാണ് വിചാരിച്ചത്. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്ന സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കിട്ടും. അതിന്റെ ബ്രാൻഡ് അംബാസഡറും കൂടി ചിലപ്പോൾ പിടിച്ചാക്കിയെന്ന് എന്ന് പറഞ്ഞിട്ട് ആ നാട്ടുകാരെ പറ്റിച്ചിട്ട് തിന്നുന്ന പൈസ ഇറങ്ങോ? ഇനി ഇതിന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കാം. 2 കമന്റ് ആണ്. കമന്റ് ഓൺ ദിസ് പോസ്റ്റ് ഹാവ് ബീൻ ലിമിറ്റഡ്. ഈ പോസ്റ്റിന്റെ കമന്റ് ലിമിറ്റഡ് ആണ്. എന്താണ് ഇത്രയും ട്രസ്റ്റബിൾ ആയിട്ടും ഇത്രയും സത്യസന്ധമായ ഇത്രയും പൈസ ഉണ്ടാക്കി തന്ന ആ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ എന്തിനാണ് പ്രൊമോട്ട് ചെയ്തതിനു ശേഷം കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ് പൂജ, എന്തിനാണ് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചത്? അതിൽ തന്നെ ഒരു ദുരൂഹതയില്ലേ? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കും അറിയാം അത് ഉടായ്പ സാധനമാണെന്ന്, പക്ഷെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓഡിയൻസിന്റെ ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കത്തില്ല. അവരെ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കുഴി ചാടിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് പബ്ലിക്കിലോട്ട് നിങ്ങൾ വിടുന്നത്, അല്ലേ? ആണ്. അതിന് വേറെ മാറ്റമൊന്നുമില്ല. എന്തായാലും മറ്റൊരു ആളുടെ ഇതുപോലത്തെ സാധനം കൂടി ഞാൻ ഒന്ന് കൊടുക്കാം. മോട്ടോ ലാവൻഡർ. ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ്, എന്ത് ഉദ്ദേശത്താണ് ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല. നോക്കാം. ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കാൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കിയിട്ട് അവന് ക്യാഷ് കിട്ടിയതിന്റെ പ്രൂഫാണ് ഈ കാണുന്നത്. അപ്പൊ വെറും 100 രൂപ ഇട്ടിട്ട് 800 രൂപ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്നലെയാണ് മെസ്സേജ് വന്നത്. അപ്പൊ എന്തായാലും നിങ്ങളെയും കൂടെ അത് അറിയിക്കാന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഈ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത്, ഇതിൽ എങ്ങനെ ജോയിൻ ചെയ്യണം, എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞുതരാം. ഇനി അതും കൂടി കേട്ടിട്ട് വേണം നമുക്കൊന്ന് കണ്ണടയാൻ. എന്തിന് നിങ്ങളെ ഈ ചുമ്മാ തള്ളി മറിക്കുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കണം? നാട്ടുകാരെ പറ്റിക്കുന്ന ഈ സാധനം നമുക്ക് കേട്ടിട്ട് ഒന്നും ചെയ്യാനില്ല. എന്തിനാണ് നിങ്ങൾ ഇത്തരം തള്ളുകളും കാര്യങ്ങളും കേട്ട് ഇരിക്കുന്നത്? നിങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്കെങ്കിലും ഒരു ചോദ്യം കാണും, ഇത് നീ എന്താ ഇങ്ങനെ എന്നും വീഡിയോ ചെയ്യുന്നവരെ നീ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്. ഇത് കണ്ടിട്ട് ചിലപ്പോൾ ഒരാളെങ്കിൽ അവർ സത്യം തിരിച്ചറിഞ്ഞ് അവർ ഇതുപോലത്തെ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കളിക്കാതെ ഇരുന്ന് കയ്യിലുള്ള പൈസ പോകാതിരുന്ന അത് എൻ്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതുപോലത്തെ നാറേ പരിപാടി പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ ചൂണ്ടിക്കാണിച്ച് സൊസൈറ്റിയിലേക്ക് കാണിക്കുമ്പോൾ ഒരുപാട് അമ്മമാർ വീട്ടിൽ വെറുതെ ഇരിക്കാറുണ്ട്. ജോലിയും കാര്യങ്ങളൊക്കെ വീട്ടു ജോലിയൊക്കെ ചെയ്തിരിക്കാറുണ്ട്. അവർ ചിലപ്പോൾ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഇവരെ പോലുള്ളവർ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടും കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിക്കും. കയ്യിൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കൂട്ടി വെച്ചിട്ടുള്ള പൈസ എല്ലാം അങ്ങ് പോകും. പിന്നെ ചിലവരാണ് ഞാൻ പറഞ്ഞല്ലോ ലോൺ എടുത്ത് ഗെയിം കളിക്കും. ലോൺ എടുത്ത് ഇതുപോലെ ഇവരെ വിശ്വസിച്ച് ഗെയിം കളിച്ച് ഉള്ള പൈസ മൊത്തം അടിച്ച് കളഞ്ഞ് നാറാണതാക്കി വിടും. അവസാനം കയറി തൂങ്ങേണ്ട അവസ്ഥയിലോട്ട് പോകും. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. കടം വാങ്ങിയും മറിച്ചോ തിരിച്ചോ ഒക്കെ കളിക്കുന്ന ടീംസ് ഉണ്ട്. ഇനി ബാക്കി കേട്ടോ. ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി കാണാം. പിന്നെ നമുക്ക് ഇതിൽ ടെലിഗ്രാം ചാനൽ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ എന്ത് പ്രോബ്ലംസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്ന് പറയുകയാണെങ്കിൽ നമ്മളത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ടെലിഗ്രാം ചാനൽ സോൾവ് ചെയ്ത് തരുമെന്നാണ് ഇവിടെ മോട്ടോ ലാവൻഡർ പറയുന്നത്. എന്റെ പൊന്നു മോട്ടോ ലാവൻഡർ, ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് കയ്യിൽ നിന്ന് പൈസ പോയാൽ അതും കൂടി തിരിച്ചു തരുമോ? എങ്കിൽ ഓക്കെ. എങ്കിൽ നിങ്ങൾ പറയുന്ന ഗെയിമൊക്കെ കളിച്ച് നമ്മളിങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കുക. കയ്യിൽ നിന്ന് നമ്മളെ കയ്യിലാണ് ഈ ഗെയിമിലോട്ട് ഇട്ട് പൈസ പോവുകയാണ്. 10,000, 1000, 20,000, 20,000, 30,000, ലക്ഷം എത്ര പോകുന്ന പൈസ അതുപോലെ തിരിച്ചു തരുമോ? പ്രോഫിറ്റ് കിട്ടിയാൽ അതിന് ഷെയറും തരാൻ വേണം. സമ്മതിച്ചാൽ ഇല്ലല്ല, നടക്കൂലല്ലോ. നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂലല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് സൊസൈറ്റിയിൽ ഒരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊമോഷൻസ് ഉണ്ട് അതൊക്കെ ചെയ്തുകൂടെ? പ്രൊമോഷൻ ഇല്ലെങ്കിൽ വേണ്ടതേ. നിങ്ങൾ താഴേക്കിടയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നുമല്ല ഇത്തരം ഇതൊക്കെ വീഡിയോസ് കാര്യങ്ങളും കണ്ടന്റൊക്കെ ചെയ്ത് ഇത്തരം നാറിയ സാധനമല്ല, അല്ലാണ്ട് കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉയർന്നു വന്ന് ഇപ്പം അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളും ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നില്ലേ? അതിൻ്റെ ഇടയിൽ എന്തിനാണ് എക്സ്ട്രാ ഏണിങ്സ് എന്നുള്ള രീതിയിൽ ജനങ്ങളെ കൊല്ലുന്ന, ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ പബ്ലിക്കിലേക്ക് വിടുന്നത് എന്നുള്ളൊരു ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ആ ഒരൊറ്റ ചോദ്യം. ദയവ് ചെയ്ത് ഇവരെ ഒന്നും വിശ്വസിക്കല്ലേ. ഈ പറയുന്ന ആൾക്കാരാണ്, എനിക്ക് പ്രത്യേകിച്ച് ലേഡീസിൻ്റെ അടുത്താണ് പറയാനുള്ളത്. കുറേ പേരൊക്കെ ഇവരെയൊക്കെ വിശ്വസിക്കും. അപ്പോൾ എന്നെ കൂടി വിശ്വസിക്കണ്ട. നിങ്ങൾ വിശ്വസിക്കണ്ട, ആരെയും വിശ്വസിക്കണ്ട. നിങ്ങൾ സ്വയമേ തോന്നി അങ്ങനത്തെ ഒരു രീതിയിലാണ് പോകാൻ. അല്ലാണ്ട് ആരും പറയുന്ന കേട്ട് വിശ്വസിച്ചിട്ട് അങ്ങ് പോയി ഇറങ്ങാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തായാലും ഈ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് പൈസ നഷ്ടമായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി, പോയി കളിക്കാതിരിക്കാൻ വേണ്ടി ആൾക്കാർ പ്രാർത്ഥിക്കുക. ദയവ് ചെയ്ത് ഇത്തരം സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ വിശ്വസിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഒരു തോന്നൽ കാണും, അത് നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, അവർ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചില്ല, അവർ കളിച്ചത് കൊണ്ടല്ലേ കിട്ടിയെന്നൊക്കെ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒരു തോന്നൽ കാണും. ഒരിക്കലും അങ്ങനെയല്ല. അവരിത് കളിക്കത്തുപോലുമില്ല. ഈ പ്രൊമോഷൻ ഏറ്റെടുക്കുന്നു, അതിൻ്റെ വീഡിയോ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, ടെലഗ്രാം ലിങ്കൊക്കെ എടുത്ത് പ്രൊഫൈൽ കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അവർ കളിക്കത്തൊന്നുമില്ല. ഈ പ്രൊമോഷൻ ഏറ്റെടുക്കുന്നതിന് തുടർന്ന് നല്ലൊരു എമൗണ്ട്, അതും ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു എമൗണ്ട്, എനിക്ക് തോന്നുന്നു 1,00,000 മേളിൽ കിട്ടും. 1,00,000 മേളിൽ എന്തായാലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നല്ലൊരു എമൗണ്ടിന് വേണ്ടിയിട്ടാണ് ഇത്രയും പണി എടുക്കുന്നത്.
അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇവരുടെയൊക്കെ ഫെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല എമൗണ്ട് തന്നെ കിട്ടും ബിഗ് ബോസ് താരം എന്നൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് നാട്ടുകാരെ പറ്റിക്കുന്ന ഇത്തരം സാധനങ്ങൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഇത്തരം സാധനം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ജനങ്ങളെടുത്താണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്ത് ഇത്രയും എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ കേട്ടണം.